നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൽ നവോത്ഥാന പുരോഗമന നിലപാടുകൾ ഇടതു സർക്കാർ ഉപേക്ഷിച്ചോ എന്ന സംശയം ശക്തമാവുകയാണ്. യുവതീ പ്രവേശനം അനുവദിക്കണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കണം എന്നതായിരുന്നു ഇടതു സർക്കാരിൻ്റെ ഇതുവരെയുള്ള നിലപാട്. BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നപ്പോഴും നവോത്ഥാന നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് ഇടതു സർക്കാർ മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ നവോത്ഥാന നിലപാടുകളിൽ നിന്നും അല്ലെങ്കിൽ സർക്കാർ അവകാശപ്പെട്ട നവോത്ഥാന നിലപാടുകളിൽ ഇപ്പോൾ വെള്ളം ചേർത്തോ എന്ന് സംശയിക്കാവുന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തുമെന്ന സൂചനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയത്. ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തും എന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞതിന് പിന്നാലെ വിശ്വാസികൾക്ക് ഒപ്പമാണ് പാർട്ടി എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളും ഈ നിലപാട് മാറ്റത്തിൻ്റെ വ്യക്തമായ സൂചനയായിട്ടാണ് കാണുന്നത്. സ്ത്രീ പ്രവേശനം ആകാമെന്ന സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായ നിലപാട് പുതിയ സാഹചര്യത്തിൽ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്താനുള്ള നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. NSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി ഇതിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPMും സർക്കാരുമെന്നും വിലയിരുത്തപ്പെടുന്നു. ശബരിമല സമരകാലത്തെ അക്രമങ്ങളുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന സൂചനയും ചില മുതിർന്ന CPM നേതാക്കൾ തന്നെ നൽകുന്നു. ഈ വിഷയത്തിൽ ആർജവത്തോടെ മുമ്പ് പറഞ്ഞ നിലപാടുകൾ ഔദ്യോഗികമായി തിരുത്തിയിട്ടില്ലെങ്കിലും ആ നിലപാട് പറയാനിപ്പോൾ CPM നേതൃത്വവും സർക്കാരും ഭയക്കുന്നു എന്ന് വേണം കരുതാൻ. സർക്കാർ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ടേണിലേക്ക് മാറിയോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. സുകുമാരനാണ് കണ്ണൂരിൽ നിന്നും ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ സുകുമാരൻ, ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടുകളും അതിൻ്റെ പേരിൽ അതിനോട് തുടർന്നുണ്ടായ നവോത്ഥാനം, അതിലൊക്കെ സൃഷ്ടിച്ച് കേരളത്തിൽ വലിയ നവോത്ഥാന ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് CPM നടത്തിയ മുന്നേറ്റങ്ങളും ഒക്കെ അറിയാം. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പരാജയം ഉണ്ടായതിൻ്റെ പേരിൽ അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ അതിൽ വെള്ളം ചേർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്പോഴും സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതിയിൽ ഒന്നായിരുന്നു, അത് യുവതീ പ്രവേശനം അനുവദിക്കണം എന്നുള്ള നിലപാടായിരുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്താൻ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതിനെ ഒരു ടേണായി കണക്കാക്കാമോ? ആലോചിച്ച് കഴിഞ്ഞാൽ സാറേ, അതുകൊണ്ടാണല്ലോ ഇപ്പം അവർ തീരുമാനം എടുത്തത്. തീരുമാനം അവർ ഔദ്യോഗികമായി എടുത്തിട്ടില്ല. അങ്ങനെ ചില സൂചനകളാണ് പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു, അതിന് പിന്നാലെ ഒരു CPM നേതാവ് കേസുകൾ പിൻവലിക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് പറയുന്നു. പിന്നീട് പാർട്ടി സെക്രട്ടറി തന്നെ അക്കാര്യത്തിൽ ഒരു ഉറച്ച അഭിപ്രായമൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന പാർട്ടി സെക്രട്ടറി തന്നെ അവിടെയും ഇവിടെയും ഇല്ലാത്ത ഒരു അഭിപ്രായമാണ് ഇന്ന് പറഞ്ഞത്. അതല്ല, ഞഞ്ഞം മുഞ്ഞം കളിക്കുന്നത് അത് ശരിയല്ല. ഒന്നിക്കലും ഉറച്ച തീരുമാനം പറയണം. അതാവുണ്ട്. സ്ത്രീകളെ കയറ്റാൻ പറ്റില്ല പറഞ്ഞാൽ കയറ്റാൻ പറ്റില്ല എന്നല്ല പറയണം. അതാണ് അതിൻ്റെതായിട്ട് മര്യാദ. ശരി, അതൊരു ന്യായമാണ്. കയറ്റണം എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചാൽ കയറ്റണമെന്നാണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം. അത് തന്നെയാണ് ഏത് വിഷയത്തിലും എടുക്കേണ്ട തീരുമാനം. അല്ലാതെ അവിടെയും ഇവിടെയും നിൽക്കാൻ താങ്കൾ പറഞ്ഞതിനോട് അത്ര അഭിപ്രായമുള്ള നിരവധി ആളുകളുണ്ട്. പ്രശാന്താണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പ്രശാന്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു കാലത്ത് നവോത്ഥാന ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ച് വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർത്തുകയും വലിയ പ്രതിഷേധങ്ങളെ നേരിടുകയും ഒക്കെ ചെയ്ത ഒരു സർക്കാരാണ് ഇപ്പോൾ അതിൽ ഒരു ടേണിലേക്ക് തിരിയുന്നു എന്ന് സംശയം തോന്നുന്ന നിലപാടുകളിലേക്ക് വരുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഒരിക്കലും വിശ്വാസികൾക്കെതിരല്ല. ഈ സർക്കാരും അതുപോലെ തന്നെ LDF സർക്കാർ വിശ്വാസികൾക്കെതിരാണോ ഇല്ലയോ എന്നുള്ള, വിശ്വാസികൾക്ക് ഏത് നിലപാടാണുള്ളതെന്ന് അറിയില്ലല്ലോ. വിശ്വാസികളുടെ അങ്ങനെ ഒരു റഫറൻഡം ഒന്നും നടത്തിയിട്ടില്ലല്ലോ. യുവതീ പ്രവേശനം വേണോ വേണ്ട എന്ന്. വേണം എന്നാഗ്രഹിക്കുന്നവരും വേണ്ട എന്നാഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ട്. അല്ല, ഇതിന് മുൻപിൽ സുപ്രീം കോടതി വിധിന്റെ പ്രകാരമാണല്ലോ സംഭവം നടത്തിയത്. ആ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം തിരുത്തും എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത്. അത് അങ്ങനെ പറയുന്ന മാത്രം നമുക്ക് ശരിക്കും അതിന്റെ സത്യാവസ്ഥ അറിയില്ലല്ലോ. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നാണ് നമുക്ക്. പക്ഷേ നേരത്തെ ഒക്കെ വളരെ ആർജവത്തോടു കൂടി ഞങ്ങളുടെ നിലപാട് നവോത്ഥാന നിലപാടാണ്, ഞങ്ങൾ യുവതീ പ്രവേശനം വേണം എന്നുള്ള സുപ്രീം കോടതി വിധിക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞതിന് സർക്കാരാണ് ഇപ്പോൾ അവിടെ അന്ന് അതിക്രമമൊക്കെ നടത്തിയ ആളുകളുടെ പേരിലെടുത്ത കേസുകൾ പോലും പിൻവലിക്കുന്നത് വേണമെങ്കിൽ ആലോചിക്കാം എന്നുള്ള മട്ടിലേക്കും, അല്ലെങ്കിൽ അത് വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലേക്ക് നിലപാടിലേക്ക് മാറുന്നത്. അല്ല, ഇത് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപ്പിലാക്കിയത്. പിന്നെ ഒരിക്കലും വിശ്വാസികൾക്കെതിരല്ല. കോടതിയുടെ ഉത്തരവ് പ്രകാരം നടപ്പാക്കിയോ ഇല്ലെന്നുള്ള ഒരു പാർട്ടിക്ക് ഒരു നിലപാടുണ്ടല്ലോ. കോടതി ഉത്തരവ് വന്ന് നടപ്പാക്കണോ ഇല്ല, എത്രയോ കോടതി ഉത്തരവുകൾ വന്നിട്ട് നടപ്പാക്കാതിരിക്കുന്നു. അതൊന്നും അല്ലല്ലോ. ഒരു പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ഒന്നുകിൽ ഞങ്ങൾക്ക് സ്ത്രീകളെ കയറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്, അല്ലെങ്കിൽ സ്ത്രീകളെ കയറ്റണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിലൊന്ന് പറയുക എന്നുള്ളതല്ലേ?
അല്ല അതല്ല, അത് നമ്മളിപ്പോ കോടതി വിധി എങ്ങനെയാണ് അത് അനുസരിച്ച് ചെയ്യാൻ. ഇതിന് മുമ്പിൽ അങ്ങനെ പിന്നെ കയറ്റിയിട്ടുണ്ടോ കോടതി? സോറി, പിന്നെ ശബരിമലയിൽ കയറ്റിയില്ലല്ലോ. ഇപ്പം കോടതി വിധി വന്ന് അതനുസരിച്ച് ചെയ്തു, അത്രയില്ല. ഇനിയിപ്പം മറിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റപ്പെടുത്തും. ശരി, അപ്പോൾ താങ്കളുടെ ഈ പാർട്ടിയുടെ നിലപാട് അന്നേരം എന്താണ്? കയറ്റണം എന്നുള്ളതാണോ കയറ്റണ്ട എന്നുള്ളത്, അതോ നിലപാടില്ലേ? അല്ല, അത് പാർട്ടി അതിനനുസരിച്ച് പറയും എങ്ങനെയാണ്. പാർട്ടി പറഞ്ഞിട്ടുള്ള നിലപാട് സ്ത്രീകളെ കയറ്റണം എന്നുള്ള നിലപാടാണ്, അത് പുരോഗമനപരമായ നിലപാടാണ് എന്ന് കൂടിയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴങ്ങനെ പറയുന്നില്ല ആരും. ആ ശബരിമല യുവതീ പ്രവേശന പ്രക്ഷോഭകാലത്തും പ്രതിഷേധകാലത്തും ഒക്കെ അന്ന് പറഞ്ഞിരുന്ന നിലപാട് അത് തന്നെയാണ്. അതെ, ആ കാലഘട്ടത്തിൽ ഈ കോടതി വിധിന്റെ അത് മാനിക്കണം, അതിനനുസരിച്ച് ചെയ്തതാണ്. ഇനി നിലപാട് എന്ന നിലക്ക് അപ്പൊ ഇപ്പൊ നിലപാടൊന്നും ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്? നിലപാടൊന്നുമില്ലാണ്. നിലപാടിൽ കൃത്യമായിട്ട് നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചാണ് ചെയ്തത്. അപ്പൊ ഇപ്പൊ അങ്ങനെ ചെയ്യും. അപ്പൊ നമുക്കൊരു താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ പാർട്ടിയുടെ ഒരു നിലപാട് എന്താണ്? കോടതി വിധിയൊക്കെ അവിടെ നിൽക്കട്ടെ, യുവതീ പ്രവേശനം വേണമെന്നാണോ വേണ്ട എന്നാണോ? അല്ലല്ല, അത് പാർട്ടി പറയുന്നത് വിശ്വാസികൾക്കെതിരല്ല. അപ്പൊ അതിനനുസരിച്ച് ചെയ്യും, അത്ര മാത്രമേ പറയാൻ പറ്റൂ. വിശ്വാസികളുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വാസികൾക്ക് വല്ല റഫറൻഡം വല്ലതും ഉണ്ടോ? ഭൂരിപക്ഷം വിശ്വാസികൾ ഇന്നത് എടുക്കുന്നില്ല എന്ന് കണ്ടെത്താൻ മാർഗമൊന്നുമില്ലല്ലോ. അല്ല, വിശ്വാസികൾക്ക് അവരവർക്ക് തീരുമാനിക്കാമല്ലോ വിശ്വാസത്തിന്റെ. അങ്ങനെ വിശ്വാസികൾ തീരുമാനിക്കാനായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഒരു കാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അന്നത്തെ ക്ഷേത്ര വിശ്വാസികളൊക്കെ ഹിന്ദുക്കൾക്ക് പ്രവേശനം, എല്ലാ വിഭാഗത്തിലെ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുന്ന ദേവചൈതന്യം കുറയും എന്നൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്. കയറാൻ അവകാശമില്ലാത്തവർ പോലും ഞങ്ങൾ കയറിയാൽ ദേവന്റെ ചൈതന്യം കുറയുമെന്ന് കരുതിയിരുന്ന മനുഷ്യരൊക്കെയാണ്. അപ്പോൾ അത് വിശ്വാസികൾ എന്നൊക്കെ പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? അല്ല, ക്ഷേത്രങ്ങൾ കയറാൻ വേണ്ടി CPM നേതൃത്വത്തിലല്ലേ പിന്നെ പല സ്ഥലത്തും പിന്നെ ഞാനതാ ചോദിച്ചത്, ഇപ്പോൾ ഇതിലെന്താണ് നിലപാടെന്നുള്ളതാണ് ചോദിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പൊ കയറാൻ പിന്നെ ഇത് കിട്ടിയത് എന്ത് സ്വാതന്ത്ര്യം കിട്ടുക? വേറെ ഈ കേരളത്തിലാണ് വേറെ അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടോ? എന്ത് സ്വാതന്ത്ര്യം? നേതൃത്വം നടന്ന പരിപാടി പ്രക്ഷോഭം നടത്തിയോണ്ടല്ലേ അങ്ങനെ കയറാൻ. CPM നേതൃത്വത്തിലൊന്നും അല്ല പ്രക്ഷോഭങ്ങൾ നടന്നത്. അത് നടന്നിട്ടുണ്ട്. പ്രക്ഷോഭം നടന്നത് CPM നേതൃത്വത്തിലല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. CPM നിലപാട് അതായിരുന്നു. CPM അന്നത്തെ നേതാക്കളും അതിൽ ഉണ്ടായിരുന്നു. പക്ഷേ CPM നേതൃത്വത്തിലല്ല പ്രക്ഷോഭങ്ങളൊക്കെ നടന്നത്. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരങ്ങളൊക്കെ നടന്നത് അങ്ങനെയല്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നിലക്ക് നമ്മൾ കൃഷ്ണപ്പള്ളി. ഞാൻ ചോദിച്ചത് അത് ഇപ്പോഴത്തെ നിലപാട് എന്താണെന്നാണ് ചോദിച്ചത്. അല്ല, ഇപ്പോഴത്തെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതി വിധി അനുസരിച്ച്. അപ്പൊ നിലപാടില്ല എന്നാണ് അതിനർത്ഥം. കോടതിയാണ് CPM നിലപാട് സ്വീകരിക്കുന്നതാണ് താങ്കൾ പറയുന്നത്. വിശ്വാസികൾക്കെതിരില്ല. അല്ല, അതിന്റെ പാർട്ടി നിനക്ക് പറയൂ, വിശ്വാസികൾക്കെതിരല്ല. ശരി, ഇപ്പോഴും താങ്കൾക്ക് അത് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയുന്നതിന് ചെറിയ ഭയമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഭയത്തിന്റെ അല്ല. പിന്നെ എന്താണ് പ്രശാന്ത്? ഭയത്തിന്റെ അല്ല. പ്രശാന്തിന്റെ നിലപാട് എന്താ? എന്റെ നിലപാട് പിന്നെ കോടതി വിധി അനുസരിച്ച് ചെയ്തോട്ടെ. അല്ലാതെ സ്വന്തമായി കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളോ ഭരണകൂടമോ അല്ല തീരുമാനിക്കേണ്ടതാണ് അല്ലേ? അല്ല, ഈ വിഷയമുണ്ട്, ശബരിമല വിഷയമുണ്ട് മാത്രമാണ്. മറ്റടിക്കെല്ലാം ക്ഷേത്രങ്ങളെല്ലാം ഇത് ഇഷ്യൂ ഇല്ല, എല്ലാവർക്കും ശരി. അപ്പോൾ എന്തായാലും താങ്കളുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു, താങ്കൾക്ക് തുറന്ന് പറയുന്നതിനുള്ള പ്രയാസം. ശ്രീ വിനോദ് നമ്പ്യാരാണ്, ഗുജറാത്തിൽ നിന്നാണ്. ശ്രീ വിനോദ് നമ്പ്യാർ, കേരളത്തിലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ കോലാഹലങ്ങളും അക്രമങ്ങളും ഒക്കെ താങ്കൾ കണ്ടതാണ്. ഇപ്പോൾ സർക്കാർ വീണ്ടും ആഗോള അയ്യപ്പ സംഗമമായി വരുന്നു. അന്ന് നൽകിയ സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലത്തിലടക്കം ചില തിരുത്തലുകൾ വരുത്താൻ ആലോചിക്കുന്നു എന്ന മറ്റുള്ള സൂചനകൾ പുറത്തു വരുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. കാരണം ആ സമയത്ത് അതൊരു അനാവശ്യമായ പ്രവൃത്തിയായിട്ടാണ് നമ്മളിപ്പോൾ അയ്യപ്പ ഭക്തർക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാല് ആ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കോടതി വിധി അത് നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. അതേസമയം നമ്മുടെ മുന്നിൽ പല കോടതി വിധികളും വന്നിരുന്നു. ഉദാഹരണത്തിന് ഈ പള്ളികളെ കുറിച്ച് യാക്കോബയും ഓർത്തഡോക്സും തമ്മിലുള്ള അതിനുവേണ്ടിയൊക്കെ കോടതി വിധി വന്ന ആ സമയത്തൊന്നും കാണാത്ത ഒരു വ്യഗ്രത. കാരണം ഈ ഒരു നമ്മുടെ പരിപൂർണമായ ശബരിമലയിൽ ചെയ്യേണ്ട ഒരു ആവശ്യം അന്നത്തെ ഗവൺമെന്റ് ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വിനോദ്, അങ്ങനെ ഒരു വ്യഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ CPM പോലെ ഒരു പാർട്ടി തീരുമാനിച്ചാൽ അവിടെ യുവതികളെ കയറ്റണമെന്ന് തീരുമാനിച്ചാൽ CPM കയറ്റാൻ കഴിയാത്തൊന്നുമല്ലല്ലോ. അങ്ങനെ ഒരു സർക്കാരായി അങ്ങനെ ആരെങ്കിലും കയറ്റാനുള്ള ശ്രമം നടത്തുകയൊന്നും ചെയ്തില്ലല്ലോ. ആരെങ്കിലും കയറാൻ വന്നാൽ അവർക്ക് സംരക്ഷണം ഒരുക്കും എന്ന് പറഞ്ഞല്ലാതെ സർക്കാർ കയറ്റാൻ ശ്രമിച്ചാൽ കയറ്റാൻ കഴിയുമായിരുന്നല്ലോ. അല്ല, അത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ കിട്ടിയ തിരിച്ചടി അതുകൊണ്ടുണ്ടായ ഒരു എന്താ പറയുക തിരിച്ചടിയാണെന്ന് പറയാൻ കഴിയുമോ ശ്രീ വിനോദ്? അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലോക്സഭ ഇലക്ഷനിൽ വന്ന ഈ ലോക്സഭയിൽ അപ്പോൾ തോറ്റത് എന്തിന്റെ തിരിച്ചടിയാണ്? അതിനുശേഷം നിയമസഭയിൽ വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് LDF ജയിച്ചത്. അപ്പോൾ അത് അതിനുള്ള അംഗീകാരമായി കണക്കാക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ആ മനമാറ്റം വന്നതിലൂടെ വന്നവർ ഇതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ ഒരു കണ്ണച്ചലൊക്കെ അതൊരു നല്ല കാര്യമായിട്ട് വരട്ടെ. കാരണം നമ്മളും എല്ലാ വർഷവും പോകുന്നതാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ. അവിടെ വരുന്ന വിഷമതകളും അതോടൊപ്പം യുവതീ പ്രവേശനം എന്ന് പറയുന്ന അവിടെയുള്ള തിക്കും തിരക്കും. അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് രാത്രി
വിരിവെക്കുവാൻ പോലും സ്ഥലമില്ലാതെ അവിടെ അങ്ങനെ കഷ്ടപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾ അയ്യപ്പ ഭഗവാനെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനെ നല്ല പുനരുദ്ധീകരിച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിന് വേണ്ട സ്ഥലം, കാരണം ഈ തിരക്കിലിടക്ക് യുവതികളെയും കൂടി കൊണ്ടുപോകാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുരുഷന്മാരെ കുറച്ചുപേരെ ഒഴിവാക്കിയത് തിരക്കായിരുന്നു അല്ല വിഷയം. തിരക്കൊന്നും അതിന്റെ ഒരു വിഷയമേ അല്ല. തിരക്കാണെങ്കിൽ പുരുഷന്മാർ ഇത്തവണ കുറച്ച് കയറിയാൽ മതി എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. 15 20 മണിക്കൂറും ക്യൂ നിന്നിട്ടാണ് ഓരോ ഭക്തരും അവിടെ ദർശനം. അതൊക്കെ സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. ആറ്റുകാൽ അമ്പലത്തിലൊക്കെ ഇവിടെ ഇതിന് പൊങ്കാലയ്ക്ക് വേണ്ടിയൊക്കെ വന്ന സ്ത്രീകൾ എത്രയോ മണിക്കൂറുകളാണ് നിൽക്കുന്നത്. അല്ല അയ്യപ്പ അതൊന്നും അല്ല, തിരക്കൊന്നും അല്ല വിഷയം. അത് വേറെ ആചാരപരമായ ആളുകൾക്ക് പറ്റുന്നില്ല, അത് അതൊരു ആചാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അല്ല. തിരക്കുള്ളതുകൊണ്ടാണെങ്കിൽ തിരക്ക് പരിഹരിച്ചാൽ ഈസിയായി തന്നെ കയറ്റിക്കൂടെ. ഇപ്പം അവര് 10-55 വയസ്സ് കഴിഞ്ഞാലും അതുപോലെ തന്നെ നമുക്കൊരു 10 വയസ്സിന് താഴെയും നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ദർശനം അയ്യപ്പ ഭഗവാന്റെ ദർശനം ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. അല്ല, അതിപ്പോ ഒരു വിഭാഗം ആളുകളെ തിരക്കിന്റെ പേരിലാണ് നിഷേധിക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, സത്യത്തിൽ അന്നത്തെ സമയത്ത് അയ്യപ്പ അവിടെ ഉണ്ടായ എല്ലാ കാരണങ്ങളും അവര് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ടിന് വേണ്ടിയാണ് ചെയ്തത്. അതെന്തിനാ ന്യൂനപക്ഷ വർഗീയത ശബരിമല അയ്യപ്പനുമായിട്ട് എന്താണ് ബന്ധം? ശബരിമല സ്ത്രീകളെ കയറ്റുന്നെന്ന് പറഞ്ഞാൽ ശബരിമല കയറാൻ കഴിയുന്ന സ്ത്രീകളുടെ വോട്ട് അല്ലാതെ വേറെ ആരുടെ വോട്ടാണ് കിട്ടാൻ പോകുന്നത്? അതിന് ഹൈന്ദവർ ഉപദ്രവിക്കുക എന്നുള്ള ഒരു മുന്നിലൊരു ഇത് വെച്ചുകൊണ്ട് മാത്രമുള്ള പ്രവൃത്തിയായിരുന്നു. അതിപ്പോ അവർക്ക് മനംമാറ്റം വന്ന് അത് കഴിഞ്ഞ് വരുന്ന കാരണം ഇലക്ഷനിലും പറഞ്ഞ ഈ വിനോദിന്റെ അഭിപ്രായം അങ്ങനെ ആ വിധത്തിൽ കേരളത്തിലെ ഹൈന്ദവരെ എതിർക്കുക എന്നുള്ള നിലപാടൊക്കെ ആണെങ്കിൽ കേരളത്തിലെ ഭൂരിപക്ഷം ഹൈന്ദവരുള്ള ഒരു നാട്ടിൽ ആ പാർട്ടി വീണ്ടും ചരിത്രം തിരുത്തി അധികാരത്തിലൊന്നും വരില്ലല്ലോ. അല്ല, അതിപ്പോ നമ്മളിപ്പോ ഗുജറാത്തിൽ തന്നെ ഞാനിപ്പോ 10-15 വർഷമായി ഇവിടെ പല പല കാരണം പറയുന്നുണ്ട്. ഇവിടെ പണ്ട് ഒരു കോൺഗ്രസിന്റെ ഒരു സ്ഥിരം കുത്തകയായിരുന്നു ഗുജറാത്ത്. ഇവിടെ മാറ്റം വന്ന് അതുപോലെ തന്നെ അവിടെയും കേരളത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവർക്ക് ഇനി തുടർഭരണം 3ാമത്തെ പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആരുടെയെങ്കിലും ഒരു വോട്ട് വേണം, ഒരു വോട്ട് ബാങ്ക്. കാരണം ന്യൂനപക്ഷത്തില് ഇപ്പം പറയുന്ന മുസ്ലിങ്ങളെ അവരുടെ പ്രത്യേക വലിയ കാര്യം സപ്പോർട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് അവർ ഭൂരിപക്ഷ വർഗീയതയുടെ പിന്നിലേക്ക് പോകാനുള്ള ഒരു പുതിയൊരു അടവ് നയമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെ കാണുന്നത്. താങ്കളുടെ രാഷ്ട്രീയമായ വിലയിരുത്തൽ അങ്ങനെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ വലിയ പുരോഗമനം, നവോത്ഥാന നിലപാടുകളൊക്കെ പറഞ്ഞതാണ്, വലിയ സമരങ്ങൾ ഉണ്ടായതാണ്, പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്, അതിനപ്പുറം വലിയ ആസൂത്രിതമായ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അതിനൊക്കെ മാറി ഇപ്പോൾ മറിച്ചൊരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഇതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? താങ്കൾക്ക് നല്ലൊരു ഓണം ആശംസിക്കുന്നു. ശരി, നല്ലൊരു ഓണം താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും. വടംവലിയിലൊക്കെ തോറ്റെന്ന് ഞാൻ അറിഞ്ഞിരിക്കും, നല്ല വിഷമമുണ്ട്. ഇന്നലെ നിങ്ങൾ അവിടെ ഓഫീസിൽ വടംവലിയിലും താങ്കൾ ഇന്നലെ വടംവലിയിലും പന്നുകടിയിലൊക്കെ തോറ്റെന്ന് ഞാൻ അറിഞ്ഞിരിക്കും. വടംവലിയിൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, ആദ്യ റൗണ്ടിൽ ജയിച്ചു, രണ്ടാം റൗണ്ടിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞു നിങ്ങളെ ടീം തോറ്റു. നമുക്ക് ഇതിൽ വിഷമമുണ്ട്. ഞാൻ ഇത് ഒരു സെക്കൻഡ് ഒരു 2-3 ദിവസം മുമ്പ് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ടെക്നിക്കുകൾ പറഞ്ഞു തന്നെ. നമുക്ക് ടെക്നിക്ക് അറിയാൻ പറ്റിയില്ല. ഇതിനൊരു അറുതി വരില്ലേ സാറേ? എനിക്ക് വളരെ വിഷമം തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വിഷയം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ തൊട്ടാലും ഇതൊരു രാഷ്ട്രീയ വിഷയമായ അവസാനം കൊണ്ട് എത്തിക്കുന്നല്ലേ എല്ലാവർക്കും. ഇതൊരു വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. എന്തുമാത്രം അടികളും കേസുകളും. ആദ്യം ആ നിരപരാധികളായിട്ടുള്ള പാവപ്പെട്ട ഭക്തന്മാരെ പേരിലെടുത്ത കേസ് പിൻവലിക്കട്ടെ, അപ്പോൾ തന്നെ ഇതിന്റെ പകുതി പ്രശ്നം തീരും. രണ്ടാമത്, ഈ ആവശ്യമില്ലാതെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു ഇതുപോലുള്ള ഏത് സംഘമായാലും എന്ത് പുല്ല് കൊണ്ടുവന്നാലും ആ വിശ്വാസമുള്ള ആൾക്കാരെയും കൂടെ പങ്കെടുപ്പിക്കണ്ടേ? അതല്ലേ അതിന്റെ സാമാന്യ മര്യാദ. ഇവര് ഒരു അമ്പലത്തിന്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് കാണിക്കണമെന്നുള്ള ഈ കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. ഇവർക്ക് ഈ നേതാക്കന്മാർക്ക് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് അവരെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാരണങ്ങളുമുണ്ട്. അവർക്ക് ഭക്തി കാണിക്കാൻ പറ്റില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റേ ചില പ്രേക്ഷകരിലേക്ക് പോകും മുമ്പ് നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത്, കിരൺ സ്റ്റിൽ ദേർ ആർ നോ പൊതുവേദി അപ്ഡേറ്റ്സ് ഓൺ യുവർ യൂട്യൂബ് പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത്, അത് ശ്രദ്ധിക്കാം. ഇനി അതില്ലെങ്കിൽ അവരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കാം. ഇതിൽ യൂട്ടേൺ ഒന്നുമില്ല, വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്നത് നല്ലതല്ലേ, തെറ്റുണ്ടെങ്കിൽ വിമർശിച്ചാൽ പോരെ എന്ന് രഘുനന്ദനൻ തിരുവില്ലാമാരം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് വി അപ്രീഷിയേറ്റ് യുവർ എഫർട്ട് ടു ബ്രിങ് കൃഷ്ണ ചേച്ചിയെ പൊതുവേദി കാളർ ഡ്യൂറിങ് ലാസ്റ്റ് വള്ളംകളി. അതാണ് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയായ കൃഷ്ണയെ നമ്മുടെ റിപ്പോർട്ടർ വി വിനോദ്
അവിടെ വെച്ച് കാണുകയും വിനോദിനോട് വന്ന് അവർ പറയുകയും പരിചയപ്പെടുകയും നമ്മൾ ലൈവായി തന്നെ കൃഷ്ണയെ നമ്മൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ പൊതുവെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ചാനലിനോടും ഇതിനോടും ഒരു സ്നേഹം കാണിക്കുന്നതിൽ അതിയായ സന്തോഷവും നന്ദിയും ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റേതൊക്കെ ഷിജു കിരിയത്ത് പറയുന്നു, പ്രേരണകുമാരി വാസ്തി വൺ ഹു ഫയൽ സ്യൂട്ട് ഫോർ വുമൺ എൻട്രി ഇൻ ശബരിമല, ഷീസ് എ BJP മെമ്പർ പ്ലീസ് ടെൽ ദം എന്ന് പറയുന്നു. അതായത് പ്രേരണകുമാരിയാണ് അങ്ങനെ ഒരു നിലപാട്. BJPയുടെ നേതൃത്വവും RSSുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്, RSSൻ്റെ നേതാക്കൾ തന്നെയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്നുള്ള നിലപാട് പരസ്യമായി എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ കേസിന് പോയതും അവരുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. പിന്നീട് സമരം വന്ന ഘട്ടത്തിലാണ് RSSകാർ മറിച്ചൊരു നിലപാട്, അവർ അന്നൊരു U-ടേൺ എടുത്തതാണ്, ഇതുപോലെ ഒരു U-ടേൺ എടുത്തതാണ്. പ്രവേശനം വേണം എന്ന് പറഞ്ഞിരുന്ന RSSകാർ വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് പെട്ടെന്നൊരു U-ടേണിലേക്ക് വന്നു. അപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അങ്ങനെ കൃത്യമായ അഭിപ്രായം പറയാതെ മാറി നിൽക്കുകയും കൂടിയായിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു U-ടേൺ അന്ന് വേണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നോ എന്നുള്ള സംശയമാണ് ഉയരുന്നത്. Being Congress and BJP supported women entry, later they changed their plate എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മത്തായി ചാക്കോ പറയുന്നു, സ്ത്രീകൾ അയ്യനെ കണ്ടില്ലെങ്കിൽ അവർക്ക് സ്വന്തം ഭാഗത്തുള്ള മാളികപ്പുറത്തമ്മയെ കാണാമെന്ന വിട്ടുവീഴ്ച തീരുമാനത്തിലെത്തി, അയ്യൻ പറഞ്ഞ കാര്യവും നടത്തി, സദ്യയും കഴിച്ചാൽ സൂപ്പർ എന്ന് പറയുന്നു. ലീഗിനെ കിട്ടില്ല എന്നറിഞ്ഞ പിണറായിക്ക് അധികാരക്കൊതി മൂത്ത് ഭൂരിപക്ഷ സ്നേഹം പൊട്ടിമുളച്ചതാണെന്നാണ് സുനിൽകുമാറിൻ്റെ കണ്ടെത്തൽ. എന്തായാലും നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകണം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ സർക്കാർ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള സുപ്രീം കോടതി ഉത്തരവിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരാണ്. അതിനുവേണ്ടി അതിനെതിരായി വലിയ പ്രതിഷേധങ്ങളും അക്രമങ്ങളും ഒക്കെ നടന്നു. ഇപ്പോൾ സർക്കാർ അങ്ങനെയല്ല, മറിച്ചൊരു നിലപാടിലേക്ക് പോകുന്നു എന്നൊരു സൂചന പുറത്തു വരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? സർ നമസ്കാരം. നമസ്കാരം. RSSും U-ടേൺ എടുത്തതാണ്, അത് റൈറ്റ് ആണ്. പക്ഷെ RSS ഭക്തരുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള തീരുമാനം അവിടെ എടുത്തത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ആഗോള സംഗമം സംഘടിപ്പിച്ച് തന്നെ പബ്ലിക് ഒരു മീറ്റിംഗിൽ ക്ഷമാപണം നടത്താനാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവർ തിരുത്തുന്നത് പബ്ലിക്കിനോട് തന്നെ അറിയിക്കാൻ, അല്ലാതെ അവരായിട്ട് അങ്ങ് തീരുമാനിച്ചാൽ ഒരു പരസ്യം കിട്ടത്തില്ലല്ലോ. അപ്പോ ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പാടെ ഒരു വശത്തേക്ക് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പം ഭൂരിപക്ഷത്തിനെ അടുപ്പിക്കാനുള്ള ഒരു കുതന്ത്രം കൂടിയാണിത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു അമ്പലത്തിലോ ദൈവവിശ്വാസത്തിനോ എവിടെയോ അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ അണികൾ വിശ്വാസികളാണ്. പക്ഷെ അവർക്ക് ഇവർ ചെയ്യുന്ന കുടില തന്ത്രങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. ഇപ്പം തന്നെ ഇവർ മാറ്റി പറഞ്ഞാലും ഇവർക്ക് സ്വന്തമായ ഒരു ഭരണവും സംവിധാനവും കേരളത്തിൽ കിട്ടുമെന്ന് തോന്നിയാൽ ഇതിൽ 10 മടങ്ങ് പത്തി വിടർത്തി ഈ വിശ്വാസ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്താ ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലേ? ഒരു പ്രത്യേക പ്രായത്തിലുള്ളവർ അവരുടെ ആചാരമല്ലേ, അത് വർഷാവർഷമായിട്ട് നടക്കുന്നതല്ലേ. അതിനെ എതിർത്താൽ നടക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എന്നിരുന്നാലും ഇടതുപക്ഷം തന്നെയാണ് ഈ പ്രാവശ്യം അധികാരത്തിൽ വരുന്നത്. താങ്കൾ പറഞ്ഞത് RSS U-ടേൺ എടുത്തത് ഇങ്ങനെ ഭക്തരുടെ വിശ്വാസികളുടെ മനമറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ RSSന്റെ നേതൃത്വം ഞങ്ങൾ മുമ്പ് പറഞ്ഞത് തെറ്റായിപ്പോയി, അതിന് ഞങ്ങൾ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയേണ്ട മര്യാദയില്ലേ? താങ്കൾ പറഞ്ഞത് CPM ഇപ്പോൾ അങ്ങനെ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതേ ന്യായം തന്നെ ഇവർ U-ടേൺ എടുത്തോ ഇല്ലയോ എന്ന് അറിയില്ല. U-ടേൺ എടുക്കുന്ന സൂചനകളാണ്. മറ്റൊരു U-ടേൺ എടുത്തു എന്നത് നമ്മുടെ മുന്നിൽ പച്ചയായി വ്യക്തമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവർ ആ ക്ഷമ പറഞ്ഞിട്ടില്ല, മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അവര് ക്ഷമാപണം നടത്തുന്നതിന് സമമാണല്ലോ. അവര് പിന്നെ സജീവമായിട്ട് ഭക്തരുടെ കൂടെ ആയിരുന്നല്ലോ. അത് സജീവമായി ഭക്തരുടെ കൂടെ ആണോ ഇല്ലേ? ഭക്തരുടെ ആഗ്രഹം എന്താണെന്നൊക്കെ അവർക്കറിയാമോ? അതല്ലല്ലോ, അത് വിടും. അങ്ങനെ ഒരു ഞങ്ങൾ നിലപാടെടുത്ത് തെറ്റായിപ്പോയി, ഞങ്ങളുടെ നിലപാട് തെറ്റായിരുന്നു, ഞങ്ങൾ അതിന് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഭക്തർക്ക് അവിടെ ആ സമയത്ത് ഈ പോലീസിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തും ഉപദ്രവം സർക്കാരിന്റെ ഭക്തർക്കൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്ത് ഉപദ്രവം ഉണ്ടായില്ല. അവിടെ സമരം ചെയ്യാൻ പോയ ആളുകൾക്ക് മാത്രമേ അങ്ങനെ പോലീസിന്റെ അടിയേക്കേണ്ടി വന്നിട്ടുള്ളൂ. അല്ല, അത് ഈ രാജ്യത്തെ ഭക്തന്മാർക്ക് അനുഭവിച്ചിട്ടേ സാറും ഞാനും പറയുന്നില്ലല്ലോ. അത് അവിടെ BJPക്കാരുടെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഒക്കെ സമരം ചെയ്യാൻ പോയി. ആ സമരം ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് അവർ അയ്യപ്പ ഭക്തർക്ക് നേരെ ആക്രമണം നടത്തി, അവരെ പരിശോധന നടത്തി. ആ സമയത്ത് പോലീസ് ഇടപെട്ട് കാണും, പോലീസിന്റെ ചിലപ്പോൾ അടിയുണ്ടിട്ടുണ്ടാവും. റൈറ്റ്. ഞാൻ പറയുന്നത് അത് 2019 തെരഞ്ഞെടുപ്പിൽ കേരള ജനത കൊടുത്തല്ലോ പ്രഹരം. അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചെറിയ സംശയം ബാലകൃഷ്ണൻ, ഈ 2019 തെരഞ്ഞെടുപ്പിൽ ഈ ഇവരെ ഭക്തരെല്ലാവരും കൂടി CPM-നെതിരെ നിലപാടെടുത്തു, കോൺഗ്രസ് ജയിച്ചു എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ അതേ CPM-നെ കേരളത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ചരിത്രം മൊത്തം തിരുത്തിക്കുറിച്ചല്ലേ CPM-നെ വിജയിപ്പിച്ചത്. അപ്പോൾ CPM എടുത്ത നിലപാട് അംഗീകരിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? അവിടെയാണ് സാർ എത്തേണ്ടത്. ശബരിമലയിൽ വിശ്വാസികൾ, ഹൈന്ദവ വിശ്വാസികളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ 2019 വോട്ട് ചെയ്തു.
അതാണ് സാർ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 2019 ന്യൂനപക്ഷങ്ങൾ എവിടെ വോട്ട് ചെയ്തത്? അത് 2019 തൊട്ടുമുമ്പല്ലോ ഈ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായത് താങ്കൾ പറയപ്പെടുന്നത്. 21 തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം CPM വോട്ട് ചെയ്തു. ശ്രീ ബാലകൃഷ്ണൻ, എന്റെ ചോദ്യം ഇതാണ്. എന്റെ ഒരു സംശയം, താങ്കൾ പറഞ്ഞ വാദം അംഗീകരിക്കുന്നു. 2019 മുമ്പാണല്ലോ ശബരിമലയിൽ പ്രക്ഷോഭവും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുമുന്നണി പാടെ പരാജയപ്പെട്ടു. താങ്കൾ പറയുന്നു അത് അയ്യപ്പ ഭക്തരുടെ എതിരായുള്ള വോട്ടാണ് എന്ന് പറയുന്നു. ശരി, സമ്മതിച്ചു. അയ്യപ്പ ഭക്തരുടെ എതിരായിട്ടുള്ള വോട്ടിൽ ഇടതുമുന്നണി താഴെ വീണുപോയി. അതിനുശേഷം 21 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ വിജയം നേടിയില്ലേ? അപ്പോൾ അയ്യപ്പ ഭക്തർ അല്ലെങ്കിൽ ഇടതുമുന്നണിയോട് ക്ഷമിച്ചു എന്ന് ഒന്നുകിൽ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇതേ അയ്യപ്പ ഭക്തരടക്കമുള്ളവർ ഇടതുമുന്നണിക്കൊപ്പം ചേർന്നു എന്ന് പറയേണ്ടി വരും. അല്ലല്ല 21 തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ 2019 ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനെതിരാന്ന് തോന്നിയപ്പോൾ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഹൈന്ദവ വിശ്വാസികൾക്കെതിരായിട്ടാണ് സർക്കാർ നിൽക്കുക എന്നുള്ള ധാരണ കൊണ്ട് ചെയ്തതാണ് ന്യൂനപക്ഷങ്ങൾ. ശ്രീ ബാലകൃഷ്ണൻ, ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ യാഥാസ്ഥിക മുസ്ലിം സംഘടനകളുടെയും ക്രിസ്ത്യൻ സംഘടനകളുടെയും എല്ലാം നിലപാട് സർക്കാരിനെതിരായിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് തന്നെയാണ്. അവർ പറഞ്ഞ അവരുടെ നിലപാടതായിരുന്നു. മുസ്ലിം പണ്ഡിതന്മാരുടെ ആശങ്ക, ഇന്ന് ഇവിടെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയാൽ നാളെ ഞങ്ങളുടെ പള്ളിയിൽ കയറ്റാൻ പറയില്ലേ എന്നുള്ള ആശങ്കയുള്ള അവരെല്ലാവരും അന്ന് നിന്നത് RSSന്റെ നിലപാടിനും കോൺഗ്രസിന്റെ നിലപാടിനും ഒപ്പമാണ് നിന്നത്. അവരാരും ഇടതുപക്ഷത്തിന്റെ നിലപാടിനൊപ്പം അല്ല നിന്നത്. ഭക്തജനങ്ങളുടെ വികാരം അതല്ലല്ലോ. 24 ജനങ്ങളുടെ വികാരമൊന്നും പറയാൻ കഴിയില്ല ശ്രീ ബാലകൃഷ്ണൻ. പിന്നെ സാറ് പറഞ്ഞു RSSകാരിയാണ് കേസ് കൊടുത്തത്. കേൾക്കാമോ സാർ? ഹലോ, പറഞ്ഞോളൂ. ഈ RSSകാരിയാ കേസ് കൊടുത്തത്. ഈ RSSകാരി കേസ് കൊടുത്തിട്ട് അവളിക്ക് കയറാൻ വരട്ടെ ശബരിമലയില്, അവളെയും തടയും ഭക്തർ. അതിന് എല്ലാ പാർട്ടിനെ വെല്ലുവിളിക്കും ഭക്തർ. അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ അതിനെതിരായിട്ട് വരുന്ന ഏത് പാർട്ടിനെ വെല്ലുവിളിക്കും ഭക്തർ. ഇത് ഭക്തരൊന്നുമല്ല ശ്രീ ബാലകൃഷ്ണൻ എവിടെയും സമരം ചെയ്യുന്നത് ഓരോ പാർട്ടിയുടെ ലെവലിൽ വരുന്ന ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യത്തൊട്ടാകെ ഭരണത്തിൽ വന്നാലും ശബരിമല പ്രവേശനം നടക്കത്തിൽ അവരുടെ പറയൽ ഒരു അക്ഷരം. ശരി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ശ്രീ ബാലകൃഷ്ണൻ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആൾക്കാരെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാലങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർക്കാർ ഈ വിഷയത്തിൽ ഒരു യു ടേൺ എടുക്കുകയായിരുന്നു. നമസ്കാരം. ഓണാശംസ. കിരണ, ഇതിനകത്ത് പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ളവരെ പോകാൻ കാരണം പല തവണ ഞാൻ കിരണം ചോദിച്ചപ്പോഴും മനു ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ CPM വിട്ടു പോകാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ശബരിമല പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ അന്നും ഇന്നും പറയുന്നത്. അന്ന് ഞങ്ങളെ പോലെയുള്ള ഒരു BJP പോയവർ ആര് തിരിച്ചു പോയാലോ ഓരോരുത്തരും ഓരോ ദിവസം BJPയിലോട്ട് പോവുള്ളൂ. പക്ഷേ കിരൺ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. 19 തിരിച്ചടി കിട്ടി, 21 അത് തിരിച്ചു വന്നൊന്നും അല്ല. കോൺഗ്രസിന്റെ വോട്ടാ പോയത്. 21 കോൺഗ്രസ് ആണ് തീർന്നു പോയത്. കോൺഗ്രസിനെ വിശ്വസിച്ചവര് 19 വിശ്വസിച്ചു ഈ ശബരിമല പ്രശ്നത്തിന് കോൺഗ്രസ് ആത്മാർത്ഥമായിട്ട് കൂട്ടുവയ്ക്കാന്ന്. പക്ഷെ അല്ലെന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞോട് തിരിച്ചു പോയത് കോൺഗ്രസിലെ വോട്ടാ. നിങ്ങളത് പരിശോധിച്ചു. തിരിച്ചു പോയത് BJPയിലോട്ട് പോയ വോട്ട് ഒറ്റെണ്ണം പോലും. BJPക്ക് അന്ന് പോലും ഇന്ന് വരെ ഈ നാഴിക വരെ വോട്ട് കൂടിക്കൊണ്ടിരിക്കുമല്ലാതെ കുറയാത്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ കേരളത്തിൽ BJP മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ BJPയുടെ സമരമാണ്. നിങ്ങൾ എന്ത് സമരം ആവാസമെന്നോ കോപ്രായോ എന്നൊക്കെ പറഞ്ഞു. രവീന്ദ്രൻ, എന്റെ സംശയം, ഈ പാർട്ടി BJP സംഘപരിവാർ സംഘടനകളുടെയൊക്കെ ഔദ്യോഗിക നിലപാട് ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം നൽകണം എന്നതായിരുന്നല്ലോ. അത് ഒരു സമരകാലത്ത് ഇവിടെ വന്നപ്പോൾ ഇവിടെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുക, തിരിച്ചൊരു നിലപാടെടുക്കുന്നതാണ് എന്ന് കണ്ട് തിരിഞ്ഞല്ലാതെ അതിന് പ്രത്യേകിച്ച് സൈദ്ധാന്തിക അടിത്തറയോ അല്ലെങ്കിൽ നേരത്തെ ഉള്ള പാർട്ടിയുടെ നിലപാടോ ഒന്നും അല്ലല്ലോ. അത് അന്നേരം ഒരു യു ടേൺ അവരെടുത്തു. അതുവരെ കയറ്റണം എന്ന് പറഞ്ഞ BJPക്കാരും RSSകാരും പെട്ടെന്ന് കയറ്റണ്ട എന്ന് പറഞ്ഞു. അതുപോലെ CPM ഇപ്പോൾ കയറ്റണം എന്ന് പറഞ്ഞ CPM ഇപ്പോൾ യു ടേൺ എടുത്ത് കയറ്റണ്ട എന്ന് പറയുന്നു എന്ന് കണക്കാക്കിയ പോരെ? അല്ലല്ല, അതിനകത്ത് മാറ്റമുണ്ട്. CPM എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു പാർട്ടി. അവർക്ക് ഇവിടെ പറയുന്ന കേട്ടാൽ BJP എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനത്തിൽ നിന്ന് പലരും പല സ്ത്രീകളും പലതും പറയും. അത് വിശ്വാസമല്ല. പക്ഷെ കേരളത്തിലുള്ള ആരെങ്കിലുമല്ല, BJPയുടെ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ തന്നെ ഓരോരുത്തരുടെ ലേഖനം വേണമെങ്കിൽ ഞാൻ എടുക്കാം. അവരടക്കം ലേഖനം എഴുതിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതാണ് നീതി, സാമൂഹ്യ നീതി, അതാണ് ശരിയായ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്ത്രീകളെ പ്രവേശനം നിഷേധിക്കുന്നത് ശരിയായ നിലപാടല്ല എന്ന് ആദ്യം പറഞ്ഞത് RSSകാരാണ്. ശരിയാകില്ല. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തുള്ള നേതാക്കന്മാർ മുഴുവൻ അനുകൂലമായിട്ടാണ് ഇവിടെ നിന്നത്. സംസ്ഥാനത്തുള്ള നമ്മുടെ നേതാക്കന്മാരൊന്നും ഇല്ലല്ലോ RSSന്റെ നയം തീരുമാനിക്കുന്നത്. നയം തീരുമാനിക്കുന്നത് ഇവിടെ അങ്ങനെയുള്ള വലിയ നേതാക്കളൊന്നും ഇല്ലല്ലോ. അധികാരത്തിൽ ഇപ്പം നരേന്ദ്രമോദി അല്ല ഇപ്പം
സോണിയാഗാന്ധി അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെയുള്ള അണികൾ മാറ്റം വരുമോ? അങ്ങനെയൊന്നും മാറിയല്ല, അതൊന്നും മാറിയല്ല. ഇങ്ങനെയുള്ള കാര്യത്തിന് പോരാഞ്ഞിട്ട് ദൈവവിശ്വാസത്തെ പറ്റി ഏത് രാജാവ് അവിടെ ഇരുന്ന് പറഞ്ഞാലും നമ്മൾ കേരളത്തിലെ നമ്മൾ അതാത് സംസ്ഥാനത്തുള്ളവരാണ് ഓർക്കുന്നത്. നമ്മൾ ജല്ലിക്കെട്ട് കണ്ടില്ലേ, ജല്ലിക്കെട്ട് അടിച്ചമർത്തില്ലേ, സുപ്രീം കോടതി വിധി അടിച്ചമർത്തി. ശ്രീ അതോടൊപ്പം തന്നെ ശ്രീ പേര് ഈ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാതെ പറയേണ്ട ഒരാൾ എന്തിനാണ് ഒരു പേര് പറയുന്നതിന് ഇത്രത്തോളം മടിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും എറണാകുളത്ത് നിന്നൊരു പ്രേക്ഷകയാണ്. അവര് എന്തായാലും ഇനി അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അല്ലെങ്കിൽ അങ്ങനെ പേര് വെളിപ്പെടുത്താത്ത ഒരാളെ പൊതുവേദിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അതൊരു ശരിയായ നിലപാടല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ വിയോജിപ്പ് താങ്കളെ അറിയിച്ചുകൊണ്ട് തന്നെ താങ്കളുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ താങ്കൾക്ക് പറയാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കണ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ശബരിമല പ്രശ്നമുണ്ടല്ലോ, താങ്കൾ പറഞ്ഞോളൂ. ശബരിമല പ്രശ്നം എന്ന് പറയുമ്പോ സ്ത്രീകള് നമ്മൾ നിക്കണ്ടോടത്ത് നിക്കണം. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമ്മളെ ആരെ വിശ്വസിക്കണു? നന്മ ഒരു മൃഗത്തോടായാലും മനുഷ്യരോടായാലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം ഉണ്ടാവും. ശബരിമല തന്നെ പോണമെന്ന് വലിയ ഇതൊന്നുമില്ല. സ്ത്രീകൾ നിക്കണ്ടോടത്ത് നിക്കണം. പൊതുവെ ഉള്ള ഒരു ആചാരമാണ്, പണ്ട് മുതലുള്ളതാണ് ശബരിമലയിൽ കയറാൻ പാടില്ല എന്ന്. അപ്പൊ അത് ആചാരങ്ങളെ തെറ്റിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയണത്. എന്താന്ന് ഓർത്താൽ എന്റെ മനസ്സ് വേദനിക്കും. അയ്യപ്പനെ നമ്മൾ ധിക്കരിക്കാൻ പാടില്ല. ഇപ്പൊ മുസ്ലിമിന്റെ ഇത് നമുക്ക് പറയാൻ, ഞാൻ പറയണ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അവിടെ ഖുറാനുണ്ട്, അവരും പെണ്ണുങ്ങളെ കൊണ്ട് തൊടിയിക്കില്ല. അപ്പൊ അതേ ഒരു ആചാരങ്ങൾ നമുക്കും ഉണ്ട്. ശ്രീ പേര് നിങ്ങൾ പറയാൻ മടിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു അഭിപ്രായം ഒരാൾ പറയുന്നതിന് ഈ നാട്ടിൽ പേര് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ മനസ്സ് ശുദ്ധമാണ്. ഞാനൊന്ന് പറയട്ടെ, താങ്കൾ പേര് പറയാത്തതുകൊണ്ടാണ് എനിക്ക് പേര് അങ്ങോട്ട് പറഞ്ഞ് സംബോധന ചെയ്യാൻ കഴിയാത്തത്. അങ്ങനെ ഇത്തരം ഒരു അഭിപ്രായം പറയുന്നതിന് കേരളത്തിൽ ആരെങ്കിലും അവരുടെ പേരോ വിലാസമോ മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലില്ല. കേരളത്തിൽ ധൈര്യസമേതം അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എങ്ങനെ വേണമെങ്കിലും അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു നാട് കൂടിയാണ് കേരളം. അത്തരമൊരു നാട്ടിൽ താങ്കൾ എന്തിനാണ് ഇങ്ങനെ പേരൊക്കെ മറച്ചു വെച്ച് ഇങ്ങനെ അഭിപ്രായം പറയുന്നതെന്ന്? നമ്മുടെ വീട്ടുകാരെന്തെങ്കിലും കേട്ടാലും അവര് ചീത്ത പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ കേട്ടാൽ നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നതിന് വീട്ടുകാരോ നാട്ടുകാരോ കേട്ടാൽ ചീത്ത പറയുന്നതാണ് വിഷയം. നമ്മുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ ധൈര്യസമേതം തുറന്നു പറയാൻ അവകാശം, ഭരണഘടനാപരമായ അവകാശമുള്ള നാടല്ലേ ഇത്? താങ്കൾ തെറിയൊന്നും വിളിക്കുന്നില്ലല്ലോ ആരെയും. എന്നാ ഞാൻ പറയാം, എന്റെ പേര് രാജേശ്വരി എന്നാണ്. രാജേശ്വരി, ഓക്കെ. ധൈര്യസമേതം അങ്ങനെ പേര് പറഞ്ഞു തന്നെ താങ്കളുടെ അഭിപ്രായം പറയുന്നതിന് പ്രത്യേകമായ നന്ദി. ഏത് മനുഷ്യർക്കായാലും പേര് പറയാം. നമ്മുടെ പേര് പറഞ്ഞു തന്നെ രാജേശ്വരിയാണ് വിളിച്ചത്. രാജേശ്വരി അടക്കം ആർക്കും അങ്ങനെ ഭയപ്പെടേണ്ട ഒരു നാടല്ല കേരളം. കേരളത്തെ സംബന്ധിച്ച് അനുകൂലിച്ച അഭിപ്രായം പറയുന്നവരും എതിർത്ത അഭിപ്രായം പറയുന്നവരും രാഷ്ട്രീയ പാർട്ടികളെ അതിനിശ്ചിതമായി വിമർശിക്കുന്നവരും ഒക്കെ ഉണ്ട്. കേരളത്തിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കൾക്കെതിരെ, അത് CPM-ൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും BJP-യുടെ ആയാലും നേതാക്കൾക്കെതിരെയെല്ലാം എന്തെല്ലാം തരത്തിലെ വാർത്തകൾ വരുന്നുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റുള്ളവരുടെയും പ്രസംഗങ്ങൾ കേട്ടാൽ തന്നെ എന്തെല്ലാം വരുന്നുണ്ട്. അതൊക്കെ അതിൻ്റേതായ സഹിഷ്ണുതയോടുകൂടി എടുക്കുക. പൊതുവേദിയുടെ സ്വഭാവം അത് തന്നെയാണ്. എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നവരെ ആ അഭിപ്രായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അശ്ലീലം പറയുകയോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്കുള്ള മറ്റുള്ളവരെ ആ തരത്തിൽ സംസാരിക്കുന്നവരെ മാത്രമാണ് നമ്മൾ ഒഴിവാക്കുന്നത്, അല്ലാതെ ആരെയും ഒഴിവാക്കാറുമില്ല. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർക്കാർ ഇതൊരു ടേൺ എടുക്കുകയാണോ ഇപ്പോൾ? സാറേ, ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു തട്ടിപ്പാണ്, എലക്ഷൻ സ്റ്റണ്ട്. അല്ലാണ്ട് എന്ത് പറയാനാണ്? ഇവര് അമ്പലത്തിന്റെ മുമ്പിൽ കൂടി പോയ കൈ കൂപ്പാത്ത ആൾക്കാരാണ് ഇപ്പൊ സംഗമം പറഞ്ഞ് നടക്കുന്നത്, ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, എന്ത് കളിച്ചാലും അയ്യപ്പനെ ജീവനെ കൊണ്ടൊന്നും വെച്ചാലും ഇടതുപക്ഷം ജയിക്കില്ല. ഈ പ്രാവശ്യം 35 സീറ്റായിട്ടും കൂടുതൽ ഇവർക്ക് കിട്ടില്ല. ഇത് നോക്കിക്കോ, എഴുതി വെച്ചോ കിരൺ സാറ് വേണമെങ്കിൽ. ഇവരെന്ത് കാണിച്ചാലും എന്ത് ഇവിടെ കാണിച്ചാലും. ശ്രീനിവാസൻ, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഒരാൾ ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുന്നതിനോ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചോ ക്ഷേത്രത്തിൻ്റെ ആചാരത്തെക്കുറിച്ചോ ഇനി അല്ല പള്ളിയുടെ ആചാരത്തെക്കുറിച്ചോ ഒക്കെ പറയുന്നതിന് അയാൾ ദൈവവിശ്വാസി ആവണമെന്ന്, ആ മതക്കാരനോ ആ വിശ്വാസക്കാരനോ ആവണമെന്ന് പോയിട്ട് ദൈവവിശ്വാസി ആവണം എന്ന് പോലുമില്ല. ഈ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്ത പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ പേര് പറഞ്ഞാൽ അവർ ദൈവവിശ്വാസികളായ നേതാക്കളൊന്നുമല്ല. P. കൃഷ്ണപിള്ളയെ പോലുള്ള നേതാക്കളൊക്കെ വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സമരം നയിച്ച് നേടിയെടുത്തത് കൂടിയാണ് ഈ ക്ഷേത്രപ്രവേശനം. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട മനുഷ്യരും ക്ഷേത്രത്തിന്റെ എത്രയോ അടി അകലെ നിൽക്കേണ്ടി വന്നവരാണ്. ആ ക്ഷേത്രത്തിന്റെ അകത്തേക്കെന്നല്ല, മതിൽക്കെട്ടിന് പുറത്തുള്ള റോഡിലൂടെ പോലും പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു.
അതിനും എത്രയോ അടി ദൂരെ കൂടി പോകേണ്ട മനുഷ്യരുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ എല്ലാം വിശ്വാസികളുടെ കാര്യത്തിൽ മറ്റുള്ളവരാരും ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പോഴും നിലനിന്നേനെ. അന്ന് വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ ഇടപെട്ടതൊക്കെ കൊണ്ടാണ് ഇന്നിപ്പോൾ എല്ലാവർക്കും അമ്പലത്തിൽ കയറി തൊഴാനൊക്കെ കഴിയുന്നത്. അതല്ല ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പറയാം, അതെല്ലാം സംഭവിച്ചു, അതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ അമ്പലത്തിൽ ചെന്നാൽ കൈകൂപ്പി നിൽക്കാത്തവർ അമ്പലത്തെ കുറിച്ച് അഭിപ്രായം പറയണ്ട എന്ന് പറയുന്നതിൽ ന്യായമില്ല എന്നാണ് പറഞ്ഞത്. അവരതിനെ പോവാത്ത ആളിനും പോകുന്ന ആളിന് ഒരു അധികാരമൊന്നുമില്ല. പോകുന്ന ആളിന് ഇപ്പൊ എനിക്ക് നാളെ ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും എനിക്ക് അമ്പലത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ഇന്ത്യന്റെ പൗരൻ എന്ന നിലയ്ക്ക് അവകാശമുണ്ട്. ഞാൻ ഇനി മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രം മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽ അഭിപ്രായം പറഞ്ഞാലും മതി, ഹിന്ദുക്കൾ മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയേണ്ട അങ്ങനെ ഒരു കാര്യമില്ല. ഹിന്ദുവിന് മുസ്ലിമിന്റെ വിഭാഗത്തിലും മുസ്ലിമിന് ക്രിസ്ത്യാനി വിഭാഗത്തിലും എല്ലാം അഭിപ്രായം പറയാം. അത് ശരി, 10 കൊല്ലം ഇല്ലാത്ത ഇത് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പൊട്ടി മുളയ്ക്കാനായിട്ടുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതൊരു ഇലക്ഷനിൽ എന്താണെന്നുള്ളത്. മനസ്സിലായിട്ടില്ല. ഇതൊക്കെയാണ് ഇവരെ എന്ത് കാണിച്ചാലും ശരി ഇത് ജയിക്കില്ല. താങ്കൾക്ക് ജയിക്കോ ജയിക്കില്ല എന്നൊക്കെ രാഷ്ട്രീയം വെച്ചിട്ട് താങ്കൾക്ക് പറയാം. അതെല്ലാം എഴുതി വെച്ചോ കിരൺ സാറ്. ശരി, ഞാൻ എഴുതിയൊന്നും വെക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. കേരളത്തിൽ ആര് ജയിക്കണം നോക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ഇതേ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കഴിഞ്ഞ് 2.5 കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയൊക്കെ ചെയ്തു. ശരി, ഓക്കെ. അതൊക്കെ ഇപ്പോൾ എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒന്നല്ല. കേരളത്തിന്റെ രാഷ്ട്രീയമൊക്കെ ഏത് സമയത്തും മാറി മറിയുന്ന ഒന്നാണ്. അതൊന്നും എനിക്ക് പ്രവചിക്കാനും ഇപ്പോൾ തൽക്കാലം ആളല്ല. ശരി, ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്ന്. ശ്രീ ഗൗതം, കേരളത്തിൽ ഈ യുവതീ പ്രവേശന വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് സംസ്ഥാനത്താകെ നവോത്ഥാന നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് നവോത്ഥാന സദസ്സുകൾ, നവോത്ഥാന മതിലുമൊക്കെ സൃഷ്ടിച്ച് അത്തരം ചരിത്രത്തെ വീണ്ടും ആവർത്തിച്ച് മനുഷ്യരുടെ മനസ്സിലേക്ക് ഓർമ്മിപ്പിച്ച് ജ്വലിപ്പിച്ച് നിർത്തിയിരുന്ന ഒരു പാർട്ടിയും സർക്കാരുമൊക്കെയാണ്. അതേ സർക്കാർ തന്നെ ഇപ്പോൾ യു ടേൺ നടത്തുകയാണോ? ഒരു യു ടേണും ഇല്ല കിരൺ സാറെ കേൾക്കാമല്ലോ. കേൾക്കാം, പറഞ്ഞു. ഒരു യു ടേണും ഇല്ല. സർക്കാരിന്റെ നിലപാട് അസന്നിഗ്ധമായിരിക്കുകയാണ്. സർക്കാർ വിശ്വാസികളോടൊപ്പം തന്നെയാണ്. അത് എപ്പോഴും അത് ഇന്ന് നാളെയും. ഈ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ഈ വിശ്വാസികളുടെ നിലപാട് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ സാറേ. പള്ളിയിൽ പോകുന്ന ആൾക്ക് പള്ളിയിൽ പോകാം, അമ്പലത്തിൽ പോകുന്ന ആൾക്ക് അമ്പലവും പള്ളിയൊന്നും അല്ല ശ്രീ ഗൗതം വിഷയം. താങ്കൾ വിഷയത്തിലേക്ക് വരൂ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ മുൻ നിലപാട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതും സർക്കാരിന്റെ നിലപാടും. നവോത്ഥാന വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന സമരങ്ങളും കാര്യങ്ങളും എല്ലാം താങ്കൾക്ക് അറിവുള്ളതാണല്ലോ. ഇപ്പോഴത്തെ നിലപാടും അത് തന്നെയാണോ, അത് മാറുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. സർക്കാർ വിശ്വാസികളോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇനി അങ്ങനെ തന്നെയാണ് ഗൗതം. എന്റെ ചോദ്യം വളരെ വ്യക്തമല്ലേ? താങ്കൾക്ക് അത് പറയുന്നതിന് പകരം സർക്കാർ വിശ്വാസികളുടെ അങ്ങനെ നിലപാട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിശ്വാസികൾക്ക് വല്ല റഫറൻഡം നടത്തി വിശ്വാസികൾ ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. വിശ്വാസികൾ ഭൂരിപക്ഷം പേർ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്നാണോ കയറ്റണ്ട എന്നാണോ നിലപാടെന്ന് നമുക്കറിയാം. അത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ബിജെപിയും കോൺഗ്രസും 4 വോട്ടിന് വേണ്ടി ഇതുപോലെ തട്ടിപ്പ് കാണിക്കാൻ. ഞാൻ ചോദിക്കുന്നത് അതല്ല. CPM-ന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? വിശ്വാസികളോടൊപ്പം. വിശ്വാസികളുടെ നിലപാട് എന്താണ്? വിശ്വാസികളോടൊപ്പം വിശ്വാസികളുടെ നിലപാട് എന്താണ്? സർക്കാർ വിശ്വാസികളോടൊപ്പം തന്നെയാണ്. ഗൗതം മറുപടി പറയാനില്ല എന്നുള്ളിടത്ത് ഒന്നുകിൽ ഞങ്ങൾ യുവതികളെ കയറ്റണം എന്നുള്ള നിലപാടാണ്, അല്ലെ കയറ്റണ്ട എന്നുള്ള നിലപാടാണ്. അങ്ങനെയാണ് ആളുകൾ. അല്ലാതെ വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് എന്താ നിലപാട്? ഏത് നിലപാടാണെന്ന് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചുകൂടെ? ശരി, ഓക്കെ. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല കിരൺ ബാബു, ഈ സർക്കാരിന് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഈ അയ്യപ്പ സേവാ സംഘത്തിന്റെ സമ്മേളനം പോലത്തെ പരിപാടിക്ക് തന്നെ നിൽക്കാൻ പാടില്ല. അതിന്റെ ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത് സെപ്റ്റംബർ 5-ന് നബിദിനാണ്. എന്നാ പിന്നെ മുഹമ്മദ് നബിയെ തിരിച്ചറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ഒരു നബിദിന റാലി നടത്ത്. അല്ലെങ്കിൽ ക്രിസ്മസ് അടുത്ത് വരുന്നുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുരിശിന്റെ വഴിയെ ഒരു കുരിശുമലകാരൻ നടത്തുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് ഈ ദൈവത്തോയെ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏതെങ്കിലും ഒരുത്തിനെങ്കിലും ദൈവവിശ്വാസം മാറ്റിയെടുക്കാൻ പറ്റും നോക്കണം. ദൈവം ഇല്ല 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 ഇല്ല. ഈ ലോകത്തിൽ ദൈവം ആനമുട്ടിയാന്ന് എന്തൊക്കെ പറയാൻ? ദൈവം ഇല്ലാന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും ഓരോ സാധാരണക്കാരെയും പഠിപ്പിച്ചു കൊടുക്കണം. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഇതിന്റെ ആവശ്യമില്ല. ദൈവത്തിനോയെ പോകേണ്ട കാര്യം തന്നെ.
എന്ത് അയ്യപ്പ, എന്ത് നബി, എന്ത് യേശു ക്രിസ്തു? ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നാട്ടില് സാധാരണഗതിയില് നാട്ടിലെ ക്രമസമാധാനം തകരുമ്പോ നേരെയാക്കേണ്ട ഗവൺമെന്റ് ഈ നാട്ടിലെ ക്രമസമാധാനം കാക്കാൻ വേണ്ടി നോക്കുക. ഈ ഗവൺമെന്റ് ഇത് ഭൂഷണമല്ല, ഇത് പിന്തിരണം. വിശ്വാസികൾ അവരുടെ വാട്ടിന് പോട്ടെ. ഞാൻ വിശ്വാസിയല്ല, ഞാൻ വിശ്വാസത്തെ എതിർക്കുന്നുമില്ല. നിങ്ങൾ വിശ്വാസികൾ പാടും, നമുക്ക് വിശ്വാസമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ദൈവത്തെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ പിണറായി വിജയൻ സ്വാമിയെ നിന്നും ബേക്കുന്ന കമല അയ്യപ്പോ എന്ന് പറഞ്ഞ് പോകുന്ന കാലം കാണാൻ പറ്റും. നോക്കിക്കോക്കണം ബാബു, അതിന് സമയം കളയുന്നില്ല. ഓക്കെ, ശരി, ഓക്കെ. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന് സംസാരിച്ചത്. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിൽ അങ്ങനെ ഒരു യു ടേൺ ഉണ്ടാകുമോ? നമസ്തേ സാറേ. നമസ്കാരം, പറഞ്ഞു. ഞാനൊരു വിശ്വാസിയാണ് സാറേ. കഴിഞ്ഞ തവണ ഞാൻ വിളിച്ചപ്പോൾ സാറ് അന്നേരം തന്നെ കട്ട് ചെയ്തു. അയ്യോ, ഞാൻ കട്ട് ചെയ്തതല്ല ശ്രീ വിജയൻ, കട്ടായി പോകുന്നതാണ്. താങ്കൾ ഇപ്രാവശ്യം പറഞ്ഞോളൂ വിശദമായി. ഞാൻ ഒരു തികഞ്ഞ വിശ്വാസിയാണ്. ഈ പരിപാടികളിലെല്ലാം പങ്കെടുത്ത ആളാണ്. ഇവരെയൊന്നും നമുക്ക് ഒരു കാരണവശാലും 1 ഇഞ്ച് പോലും നമ്മൾ വിശ്വസിക്കത്തില്ല. ഈ പറയുന്നതെല്ലാം കള്ളത്തരങ്ങളാണ്. ഇവരെല്ലാം ഇലക്ഷൻ കണ്ടും അവരുടെ കാര്യങ്ങൾ സാധിക്കാനും അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാനും അതിനകത്ത് എന്തെങ്കിലും തൊഴിലുണ്ടാക്കി കൊടുക്കാനും പാർട്ടിക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും ഒക്കെ വേണ്ടി മാത്രമുള്ളൊരു കപട പരിപാടിയാണ്. ഇതിനെ ഒരു കാരണവശാലും വിശ്വാസികളായ ഒരു മനുഷ്യനും അംഗീകരിക്കില്ല. എന്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ശരി, താങ്കൾ വിശദമായി തന്നെ താങ്കളുടെ അഭിപ്രായം പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീ വിജയൻ. അങ്ങനെ ആരുടെയും ഫോൺ കട്ട് ചെയ്യുന്നതല്ല, ചിലപ്പോൾ സാങ്കേതികമായി കട്ടായി പോകാറൊക്കെ ഉണ്ട്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർക്കാരിന്റെ നിലപാടിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടോ? ആദ്യമായിട്ട് കിരണും സഹപ്രവർത്തകർക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഞാൻ ഓണാശംസകൾ നേരുകയാണ്. ശരി, താങ്കൾക്കും താങ്കളുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. യഥാർത്ഥത്തിൽ നേരത്തെ CPM-ന് പറ്റിയ ഒരു അബദ്ധം അവര് തിരുത്താൻ ശ്രമിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. ചെയ്തതിന് പശ്ചാത്തപിക്കുക, നിലപാടുകളിൽ മാറ്റം വരുത്തുക, ചെയ്ത തെറ്റാണെങ്കിൽ ആ നിലപാടൊക്കെ വളരെ ഗുണകരമായ, വളരെ നല്ല ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. നമുക്കറിയാലോ, നേരത്തെ നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് CPM-ഉം ഭരണപക്ഷവും ചെയ്ത നിലപാടുകൾക്കെതിരാണ് വിശ്വാസികൾ എന്ന് വ്യക്തമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസവും അവരുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ അവർ വെച്ചു പുലർത്തിപ്പോരുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ കളങ്കം പറ്റാൻ ഒരു വിശ്വാസിയും അനുവദിക്കുകയില്ല. അത് ഒരുപാട് മതവിഭാഗങ്ങൾ ഉള്ള 90% മതവിശ്വാസികളായ ഒരു സംസ്ഥാനത്ത് ഇത്തരം ചെയ്തികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, അതിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന വർഗീയവാദികളും സംഘികളും ഒക്കെ നേരത്തെ നമ്മൾ ഓഡിയോ നമ്മൾ പലപ്പോഴും നിങ്ങൾ പ്രക്ഷേപണം ചെയ്തതാണ്. ഇതൊരു സുവർണാവസരമാണ്, ഇത് നിങ്ങൾ പാഴാക്കേണ്ട എന്ന രീതിയിൽ അന്ന് അവർ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോ അതിൽ നിന്നൊരു യൂട്ടേൺ, അത് നല്ലതാണ്, ആശ്വാസകരമാണ്. ആ രീതിയിലൊക്കെ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. വിശ്വാസികളെ കയ്യിലെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. നമ്മൾ വിശ്വാസികളെ വല്ലാത്ത രീതിയിൽ അപമാനിക്കുന്ന രൂപത്തിൽ, അപഹസിക്കുന്ന രൂപത്തിൽ, നമുക്കറിയാലോ PC ജോർജിന്റെ അവസ്ഥ എന്താണെന്ന്, നമുക്കറിയാം വെള്ളാപ്പള്ളിയുടെ അവസ്ഥ എന്താണ്, ശശികലയുടെ അവസ്ഥ എന്താണ്. അപ്പൊ അവരെല്ലാം വിശ്വാസികളെ അപമാനപ്പെടുത്താനും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നവർ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അത് രാഷ്ട്രീയ പാർട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തമാണ്. ശ്രീ രാജേഷാണ് നൂറിനാട് നിന്നും. ശ്രീ രാജേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർക്കാർ ഈ വിഷയത്തിലൊരു പിന്നാക്കം പോക്ക് അല്ലെങ്കിൽ ഒരു യു ടേൺ എടുത്തിട്ടുണ്ടോ? രാജേഷ് അല്ല സാർ, രജീഷാണ്. രജീഷ്, ക്ഷമിക്കണം, ഞാനത് പെട്ടെന്ന് പേര് വായിച്ചതിൽ തെറ്റിപ്പോയ. ശ്രീ രജീഷ് പറഞ്ഞു. കുഴപ്പമില്ല സാറേ. രജീഷ് എന്ത് ചെയ്യുന്നു? ഞാൻ ആർമിയിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയ നാട്ടിലുണ്ട്. പക്ഷേ നൂറിനാട് എവിടെയാണ് വീട്? എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ, അതായത് നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് ഇതും ആയിക്കോട്ടെ, അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള സമീപനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതിനു മുൻപ് ഇതേ വിഷയത്തിൽ ഇതേപോലെ കുറെ പാവങ്ങളെ അവിടെ കൊണ്ടിട്ട് തല്ലിച്ചതച്ചു,
നമ്മളെല്ലാം നിങ്ങളെല്ലാവരും സംരക്ഷണം ചെയ്തതാണ്. വണ്ടികളെ തല്ലി തകർത്തു. നമ്മുടെ പോലീസുകാർ തന്നെ ചെയ്ത പ്രവർത്തികൾക്ക് പോലും അതിന് ഇതുവരെ ഒരു അതിന്റെ പേരിലുള്ള ഒരു നടപടി എടുക്കാൻ ഉണ്ടായിട്ടില്ല. അല്ല രജീഷേ, ശബരിമലയിൽ സമരം നടന്ന കാലത്ത് അങ്ങനെ പോലീസ് ശബരിമല നമ്മുടെ ഗുരുവായൂർ, നമ്മുടെ ട്രിവാൻഡ്രം, നമ്മുടെ സ്വാമി ക്ഷേത്രം, ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിശ്വാസികളുടെ ഒരു വികാരമാണത്. ഇവർ ഈ വികാരത്തിൽ എന്തിനാണ് ഇവർ കൈകടത്തുന്നതെന്നാണ് ചോദ്യം. എന്തിനാണ് വികാരത്തിൽ എങ്ങനെ കൈകടത്തിയെന്നാണ് രജീഷ് പറയുന്നത്? അല്ലല്ല, ഇവരെന്താണ് ഇപ്പൊ അന്ന് എല്ലാം എതിർത്തിരുന്ന ശബരിമലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കയറ്റണമെന്നോ വാശി പിടിച്ച ഒരേ ഒരു പാർട്ടിയായിരുന്നു കേരളത്തിലെ സർക്കാർ. അന്ന് ഇന്ന് അവർക്കും ഇത് നമ്മുടെ നിലപാട് തെറ്റിപ്പോയി. അവർക്ക് അതിൽ പശ്ചാത്താപം തോന്നിയതിന്റെ പേരിലാണ് ഇപ്പൊ മറുവശവുമായിട്ട് അവർ വീണ്ടും വന്നത്. അതേ വിഷയത്തിൽ വീണ്ടും ഇനി ആ ഒരു കോളിളക്കം സൃഷ്ടിക്കാനാണോ ഈ സർക്കാരിന്റെ ഭാവം? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? മനസമാധാനവും അല്ലേ നമുക്ക് ഏറ്റവും വലുത്? ഇത്രയും നമ്മുടെ കേരളത്തിലെ ഇത്രയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. അല്ല, അന്ന് കലാപം ഉണ്ടാക്കിയത് സർക്കാരാണോ? അല്ലല്ലോ സാർ. ഇവര് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവരെന്താണ് ധരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ ടിവിയും വാർത്തയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് കലാപം ഉണ്ടാക്കിയ സർക്കാരാണോ? അല്ലല്ലോ സർക്കാർ. അല്ല, എന്താണ് ധരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളും വിഡ്ഢികളാണെന്നാണോ? ഇവർ ഇത്രയും വർഷമായിട്ട് ഇവർക്ക് എന്ത് വികസനമാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഇതുപോലുള്ള മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും അല്ലാതെ എന്ത് വികസനവും ഇതുമായി ബന്ധമൊന്നുമില്ല. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒന്നാമത്തെ കഴിഞ്ഞ LDF സർക്കാരിന്റെ വികസനത്തെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ അവരെ രണ്ടാമത് വീണ്ടും തെരഞ്ഞെടുത്തത്, അല്ലാതെ വെറുതെ അല്ലല്ല. അങ്ങനെ സാർ അങ്ങനെ നമുക്ക് ഒരിക്കലും ഒഴിയാൻ പറ്റാത്തതാണ്. അതേ രീതിയിൽ ഇന്ന് സാറിന്റെ കയ്യിൽ അതിന്റെ കാണും. അത് നമുക്ക് ഇന്നും അത് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നേ ഉള്ളൂ അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നതെന്ന്. അതെല്ലാം സർക്കാർ ഉണ്ടാക്കിയതാണ് എന്നാണ് താങ്കൾ പറയുന്നത്. എത്രയോ പാവങ്ങളുടെ പേര് ഇന്നും കേസുണ്ട്. അങ്ങനെ പാവങ്ങളുടെ പേരിലൊന്നും രജിസ്റ്റർ കേസില്ല. അവിടെ അക്രമം കാണിച്ച ആളുകളുടെ പേരിൽ കേസ് കാണും സ്വാഭാവികമായിട്ടും. അക്രമം കാണിച്ചതല്ല സാർ, അതിന് പേരിൽ പിന്നാമ്പറങ്ങൾ ഇവര് ഒരുപാട് കളിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ രജീഷ്, താങ്കളുടെ അഭിപ്രായം അങ്ങനെയെങ്കിൽ അങ്ങനെ ശരി, സമ്മതിച്ചു. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർക്കാർ മുൻ നിലപാട് തിരുത്തി മറ്റൊരു നിലപാടിലേക്ക് പോവുകയാണോ? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. തിരിച്ചും അത് തന്നെ. അതായത് 2-3 പോയിന്റ് മാത്രം ഞാൻ പറയാം. അതായത് ഈ പെൻസിലിന്റെ കടയ്ക്ക് റബ്ബറും കൂടി കാണുമല്ലോ, അത് തെറ്റുപറ്റുമ്പോ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ അത് തെറ്റുപറ്റുമ്പോ സർക്കാർ തിരുത്തിക്കോട്ടെ, അത് അവരുടെ ഒരു സൗകര്യം. പിന്നെ ഈ സ്ത്രീകൾ കയറുന്നു എന്ന് പറയുന്നത് അത് ഈ വിശ്വാസത്തിന്റെയും ആചാരത്തിനും ഉപരിയായിട്ട് ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്. പമ്പ വരെ വാഹനത്തിൽ പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് വനത്തിലൂടെയാണ് യാത്ര. തിങ്ങി ഞെരുങ്ങിയാണ് യാത്ര, തിങ്ങി ഞെരുങ്ങി. ഇതിനിടയ്ക്ക് ഈ സ്ത്രീകൾ വന്നു വെട്ടാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ച് പുരുഷന്മാരെയും കുറച്ചാൽ മതിയല്ലോ അങ്ങനെയാണെങ്കിൽ. എന്തോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് പുരുഷന്മാരെയും കുറച്ചാൽ മതിയല്ലോ. അങ്ങനെയല്ല, വാദത്തിനും ജയിക്കാനും വേണ്ടിയിട്ടല്ല. അത് ഒരു തിങ്ങി നെരുങ്ങിയത് കൊണ്ട് സ്ത്രീകൾ കയറില്ല എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ആചാരം, ഞങ്ങളുടെ ആചാരം ഇങ്ങനെയാണ്, ഞാൻ ആ ആചാരത്തിൽ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് സ്ത്രീ കയറില്ല എന്ന് പറഞ്ഞാൽ ആ ആചാരത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ന്യായമുണ്ട്. അവിടെ തിരക്കായതുകൊണ്ട് സ്ത്രീകൾ വരണ്ട എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ പോകേണ്ട, സ്ത്രീകൾക്ക് അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ പ്രശ്നം? അങ്ങനെയല്ല. അതെന്താ അങ്ങനെയല്ലെന്ന് പറയുന്നത്? ഈ നമ്മൾ ഈ കാനന ക്ഷേത്രമാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കയറാം തിരക്കിനകത്ത്, സ്ത്രീകൾ കയറാൻ പറയില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? സ്ത്രീകളോട് അവിടെ ആരെങ്കിലും അവമര്യാദയായി പെരുമാറുന്നെങ്കിൽ അവരെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ നിയമത്തിന്റെ വകുപ്പുണ്ട്, അത് ചെയ്യണം. അങ്ങനെ സ്ത്രീകളോട് അവമര്യാദയായി പെരുമാറുന്നവർ ക്ഷേത്രത്തിലേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ കഴിയണം. അങ്ങനെയല്ല സാർ അതിന്റെ യുക്തി. അതായത് 500-1000 കിലോമീറ്റർ അകലെ നിന്ന് വരെ നമ്മുടെ ശബരിമലയിലെ ആളുകൾ വരുന്നുണ്ട്. പമ്പാ നദിയിൽ കുളിച്ചാണ് ശബരിമല കയറുന്നത്. ഈ എല്ലാവരും കൂടി പമ്പാ നദിയിൽ കുളിക്കാൻ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പലരും 45 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസമോ ആ സൗകര്യം അനുസരിച്ച് നോയമ്പെടുത്തിട്ടാണ് വരുന്നത്. ഇത് അതിനത്ര വേണ്ടത്ര സൗകര്യമോ ഡ്രസ്സ് മാറാനോ അതിനുള്ള സൗകര്യം യാതൊന്നും പമ്പയിലില്ല. ശ്രീ പ്രസന്നൻ, എന്റെ ചോദ്യം ശ്രീ പ്രസന്നൻ, താങ്കൾ പറയുന്നത് ആചാരത്തിന്റെ വിഷയമൊന്നുമില്ല. താങ്കൾ പറയുന്നത് സ്ത്രീ തിരക്കാണ്, അവിടെ സൗകര്യം കുറവാണ്. സൗകര്യം കുറവാണെങ്കിൽ ആ സൗകര്യത്തിൽ സ്ത്രീകൾ വോട്ടേന്ന് വെക്കണം, പുരുഷന്മാർ പോകണ്ടെന്ന് വെക്കണം, തീർന്നില്ലേ പ്രശ്നം? അത് ഒരു ശരിയായ അല്ല, അതെന്താ? അത് അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന ന്യായത്തിലാണ് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ ന്യായത്തിലല്ല. താങ്കൾ പറഞ്ഞ ന്യായം അനുസരിച്ചാണെങ്കിൽ തിരക്കായതുകൊണ്ട് സ്ത്രീകൾക്ക് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലം സ്ത്രീകൾ പോയാൽ മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അതാണ് യുക്തിഭദ്രമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ശബരിമല വനമാണ്, ദീർഘദൂരം യാത്ര വനമാണ്, അതുകൊണ്ട് അവിടെ ഇപ്പോൾ പോകുന്ന ആളുകൾ തന്നെ കൂടുതലാണ്. വനത്തിന്റെ പരിസ്ഥിതിയെ, പൂങ്കാവനത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ആളുകൾ ഇപ്പോൾ തന്നെ
വരുന്നുണ്ട്. അതിന് തന്നെ ഒരുപാട് അവരുണ്ടാക്കുന്ന മാലിന്യങ്ങളൊക്കെ പരിഹരിക്കേണ്ട വിഷയമൊക്കെ ഉണ്ട്. അതൊക്കെ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്. അവിടെ വേണ്ടത്ര സുരക്ഷ ഒരുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. വനത്തിലാണ് രാത്രി കാലങ്ങളിലൊക്കെ സ്ത്രീകളും എല്ലാവരും ഒരു തരക്ക്, ഒരു സൈഡ് കൊക്ക, ഒരു സൈഡ് വനം. അവിടെ എന്താ പറയാ, അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. സ്ത്രീകള് ലോകത്ത് പുരുഷന്മാർ കയറുന്ന എല്ലാ സ്ഥലങ്ങളിലും കയറുന്ന സ്ത്രീകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അതൊരു ന്യായമല്ല. തിരക്കുള്ളതുകൊണ്ട് ഇപ്പൊ ഇതിനേക്കാൾ വലിയ തിരക്കുണ്ടാകുന്നതല്ലേ ഈ പറയുന്ന എത്രയോ ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അവിടെയൊക്കെ വലിയ തിരക്കുണ്ടാകുന്നതല്ലേ? ആ തിരക്കുണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ വരുന്നില്ലേ? അതിന് പ്രത്യേക സ്ത്രീകൾ ഉള്ള അല്ല വിഷയം, തിരക്കേ അല്ല വിഷയം. അതൊരു മുട്ടാപ്പോക്ക് ന്യായമാണ്. തിരക്കുള്ളതുകൊണ്ട് സ്ത്രീകൾ വരണ്ട എങ്കിൽ തിരക്കുള്ളതുകൊണ്ട് പുരുഷന്മാർ പോകണ്ട തീരുമാനിച്ചാൽ മതിയല്ലോ. വേണ്ടത്ര സുരക്ഷ ഒരുക്കാനോ ഇവർക്ക് എന്താ പറയാ ടോയ്ലറ്റ് സൗകര്യം ഒന്നും ഒരു സ്ഥലത്തുമില്ല. അല്ല, പുരുഷന്മാർക്ക് ഇതെല്ലാം ഉണ്ടോ? അവരെങ്ങനെങ്കിലും കാര്യം സാധിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു തവണ പുരുഷന്മാർ പോകണ്ടെന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണ് സാറിന്റെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് ഗൗരവപൂർവ്വം ചിന്തിക്കാവുന്നതാണ്. ശ്രീ പ്രസന്നൻ, നമ്മള് തിരക്കിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ തിരക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ ബാധകമാണ്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ഷോർട്ട് ബ്രേക്ക്. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് അടഞ്ഞ അധ്യായമാണ് എന്നുള്ള മട്ടിൽ ഒഴിഞ്ഞു മാറി പോകുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇപ്പൊ ഈ 3 പേര് പറഞ്ഞ കാര്യങ്ങളിലും ഇത് യു ടേൺ അടിക്കും അല്ലെങ്കിൽ പിന്നെ പിൻവലിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരവാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതി ബോധിപ്പിക്കും എന്ന് പറഞ്ഞത്. അങ്ങേർക്ക് ബോധിപ്പിക്കാനേ കഴിയൂ. തീരുമാനമെടുക്കേണ്ടത് കോടതിയിലാണ്. അപ്പം ആര് തീരുമാനമെടുത്താലും അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇനി ഇത് റിവ്യൂ അവിടെ ഉണ്ടല്ലോ. ഇത് കോടതിയിൽ കൊടുത്തത് CPM അല്ലല്ലോ, അല്ലെങ്കിൽ ഈ സർക്കാരല്ലല്ലോ ഇവിടെ വനിതകളെ പ്രവേശിക്കണമെന്ന് പറഞ്ഞത്. അത് BJPയുടെ അത് സംഭവിച്ചു. അതൊക്കെ ചർച്ച ചെയ്താണല്ലോ. സർക്കാരിന്റെ നിലപാട് വ്യക്തമായിരുന്നു, CPM നിലപാടും വ്യക്തമായിരുന്നു. ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ മാറ്റം ഉണ്ടോ? അത് മാത്രമാണ് ചോദ്യം. അല്ല, അതാണ് പറയട്ടെ. ഞാൻ പറയുന്നതിന് മുമ്പ് വെടിവെക്കുന്നത് എന്തിനാണ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ അതൊന്ന് സമാനപ്പെട്. അതായത് അപ്പം ഈ പറയുന്ന പിന്നെ സ്ത്രീകളെ കയറ്റുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരല്ല കൊടുത്തത്, BJPയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് കൊണ്ടുവന്നത്. ഭരണഘടനാ ബെഞ്ചാണ് ഈ സാധനം ഇങ്ങനെ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞ വിധി വന്നത്. ഇത് നടപ്പാക്കാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിന്റെ ഭാഗമായി സർക്കാർ അതുമായിട്ടുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോയി എന്ന് വെച്ച് വരൂ സ്ത്രീകളെ എല്ലാവരും വരൂ, നിങ്ങൾ കയറൂ എന്ന് സർക്കാർ പറഞ്ഞില്ല. അങ്ങനെ കയറ്റണം എന്നുണ്ടെങ്കിൽ CPMന്റെ എത്രയോ വനിതാ സംഘടനയില്ലേ, SFI ഉണ്ട്, DYFI ഉണ്ട്. ഇവിടുന്ന് എല്ലാം അതുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ അങ്ങോട്ട് കയറ്റിയാൽ പോരായിരുന്നു. അങ്ങനെ ഒരാൾ പോലും പോയില്ലല്ലോ ആ പ്രദേശത്തോട്ട്. അപ്പം ഇതിനകത്ത് വളരെ കൃത്യമാണ്. മാത്രമല്ല, എന്താണ് ശബരിമല വിധിയായിട്ട് സർക്കാർ കൊടുത്ത അഫിഡവിറ്റ്? ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാപരമായ കാര്യം പരിഗണിക്കണം. മാത്രവുമല്ല, ഒരു ഉന്നത കമ്മിറ്റി, അതായത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ട അറിവുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളുടെ പരിഗണിക്കണം എന്നാണ് പറഞ്ഞത്. ആ പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. സുപ്രീം കോടതി തന്നെ പിന്നെ റിവ്യൂ എടുക്കുന്നതിന്റെ ഭാഗമായി താങ്കളുടെ വിശദീകരണം എനിക്ക് മനസ്സിലായി. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇത്രയേറെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. CPMന്റെയും സർക്കാരിന്റെ നിലപാട്, പ്രത്യേകിച്ച് CPM നിലപാട് അന്ന് വളരെ സുവ്യക്തമായിരുന്നു. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നുള്ള നിലപാടിലാണ് CPM നിന്നത്. ആ നിലപാടിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ മാറ്റം വരുത്താൻ ആലോചിക്കുന്നു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. പറഞ്ഞു ഞങ്ങൾ ഈ അഫിഡവിറ്റ് ആണല്ലോ അവിടെയുള്ള അഫിഡവിറ്റ് പിൻവലിക്കും എന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലല്ലോ അഫിഡവിറ്റ് പിൻവലിക്കുമെന്ന് പറഞ്ഞത്. അഫിഡവിറ്റിൽ തിരുത്തലുകൾ വരുന്ന കാര്യം ആലോചിക്കുന്നുള്ള സൂചനകൾ വരുന്നു. ഉദ്ദേശിക്കുന്നത് ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു അത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു. അടഞ്ഞ അധ്യായമാണെന്ന് പറയുന്നതിന് മുമ്പ് അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലേ? അഫിഡവിറ്റ് അവിടെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി പറഞ്ഞില്ലേ? പിന്നെ അത് വീണ്ടും ഈ ആഗോള ശരി, ദീപുവിന്റെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ആർജവത്തോടുകൂടി അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ ചില വിഷയങ്ങൾ വരുമ്പോൾ അതില്ലാതെ അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ ഏത് മനുഷ്യരും ഇങ്ങനെയൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാവും എന്നതുകൂടി ഓർക്കുക. എന്തായാലും നമുക്ക് നാളെ കാണാം ഇനി എന്താണെന്നുള്ളത്. നമുക്ക് ശ്രീ കൃഷ്ണൻകുട്ടിയിലേക്ക് പോകുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ മണിമല സ്വദേശി എന്ന നിലയ്ക്ക് കുറെ കൂടി ശബരിമല കാലത്തെ വിഷയങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളും ഒരു പാർട്ടി പ്രവർത്തകനും ഒക്കെയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അന്ന് CPM എടുത്ത ഒരു നിലപാട് അത് നവോത്ഥാന നിലപാടാണ്, പുരോഗമന നിലപാടാണ് എന്നാണ് CPM പറഞ്ഞിരുന്നത്. ആ നിലപാടിൽ നിന്ന് ഇന്നിപ്പോൾ പാർട്ടിയും സർക്കാരും മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ? നമസ്കാരം. പെട്ടെന്ന് പറയാം. ബോംബെയിലെ ഹാജി ദർഗയിലെ വനിതകൾ കാരണം അവിടുത്തെ ഹൈക്കോടതി ഓർഡർ ഇട്ടു. അവിടെ തന്നെ ശനി സിംഗാപൂർ എന്നൊരു അമ്പലത്തില് 400 കൊല്ലങ്ങളായിട്ട് വനിതകൾ കയറാൻ പറ്റാതിരുന്നിടത്ത് ഹൈക്കോടതി ഉത്തരവിട്ട് അവിടെ പെണ്ണുകൾ കയറി.
ഈ പറഞ്ഞ മുസ്ലിം ദർഗയിൽ വനിതകൾ കയറി. അപ്പോഴൊന്നും അപ്പീലുമായിട്ട് ആരും സുപ്രീം കോടതിയിലൊന്നും പോയതുമില്ല, റിവ്യൂ ഹർജി ഇല്ല, ഒന്നുമില്ല. അതങ്ങനെ കഴിഞ്ഞു. കേരളത്തിൽ ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ RSSകാർക്കും BJPക്കാർക്കും ആദ്യം അനുകൂലമായിരുന്നു. പിന്നെ അതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പുണ്ടെന്ന് തോന്നിയപ്പോൾ അവർ എതിർത്തു. അതേസമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറായി ഈ പറഞ്ഞ ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നല്ലോ അന്നത്തെ, വെർച്വൽ ക്യൂ എന്നെന്തോ പറഞ്ഞിട്ട്. ആ ബുക്കിങ്ങിൽ പോകാൻ തയ്യാറായിട്ട് ഇഷ്ടംപോലെ യുവതികൾ ഉണ്ടായിരുന്നു. എനിക്കറിയുന്ന കുറെ യുവതികൾ ഉണ്ടായിരുന്നു. അവിടെ അടിയും ബഹളമൊക്കെ ഉണ്ടായതുകൊണ്ട് ആളുകൾ പോകാതിരുന്നത്. അല്ലാതെ അതുകൊണ്ട് CPM-നകത്ത് മനമാറ്റം ഉണ്ടായിട്ടും ഉണ്ടാവില്ല. അങ്ങനെ സംഭവം നടക്കാനും പോകുന്നില്ല. തീർച്ചയായിട്ടും ഈ സംഗതി സുപ്രീം കോടതി റിവ്യൂലിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, താങ്കളുടെ നിലപാടും വളരെ വ്യക്തമാണ്. സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് വിശ്വാസവുമായി കൂട്ടിക്കലർന്ന ഒരു വിഷയം കൂടിയാണ് രാഷ്ട്രീയത്തിനപ്പുറം എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമാണ് ഉണ്ടായത്. നമുക്ക് എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി